കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പുതിയ കഥ ഞാൻ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതൊന്ന് ഇന്നു മുതൽ തുടങ്ങാം. പിന്നെ സൗണ്ടിന് ചെറിയൊരു പതർച്ചയാണ് കേട്ടോ, ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, അതുകൊണ്ടാണ് ചെറിയൊരു പതർച്ച. പിന്നെ നമ്മുടെ കഥ തുടങ്ങാൻ പോവുകയാണ്. ഒരു ബൈക്കിൽ ഹൈ സ്പീഡിൽ കാടുകളിലൂടെ ഇങ്ങനെ ഹൈ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് കുറുകെ ചാടി ബൈക്ക് കൊണ്ട് ഇടിച്ച് ബൈക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവൻ്റെ മുമ്പിൽ എന്തോ അപൂർവമായിട്ടുള്ള ജീവിയാണെന്ന് വിചാരിച്ച് അവൻ ബൈക്ക് പുറകോട്ടെടുത്ത് ആ ഇടിച്ച ഭാഗത്ത് വന്ന് നോക്കി. അത് ചെന്ന് വീണ ഒരു കാട്ടുപ്രദേശത്താണ്. കാട്ടുപ്രദേശത്തേക്ക് അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരു കരിയിലെടുത്ത് മാറ്റിയത് മുഖത്തേക്ക് എന്തോ വന്ന് അടിക്കുന്നതായിട്ട് തോന്നി. അപ്പോഴാണ് അവൻ ഞെട്ടിയിരിക്കുന്നത്. അവൻ്റെ അമ്മ അവൻ്റെ മോന്തയ്ക്ക് വെള്ളം കോരി വെച്ചാണ്. ഇത് എനിച്ച് കോളേജിൽ പോടാ, എന്ന് ഫസ്റ്റ് ഡേ അല്ലേ, കോളേജിൽ പോകാൻ പറഞ്ഞു. അത് അവൻ്റെ ആ സ്വപ്നം പോയതിൻ്റെ ദേഷ്യത്തിൽ അവൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങി. ആ സ്വപ്നം വീണ്ടും വരുമോ എന്ന് പ്രതീക്ഷയിൽ അവൻ കിടന്നു. പക്ഷെ ആ സ്വപ്നത്തിൽ തിരിച്ച് കിട്ടിയില്ല. പിന്നെ നീച്ച് അവൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കോളേജിലേക്ക് പോയി. ഫസ്റ്റ് ഡേ ആണ്, കോളേജിൽ ഫസ്റ്റ് ഡേ ആയിട്ട് പോവാണ്. അവൻ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ഡേ ആയിട്ട് അവൻ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഒരു മാനേജ്മെൻറ്റ് സ്കൂളായതുകൊണ്ടാണ് അവിടെ റാഗിങ് കുറവാണ്, ചെറിയ രീതിയിൽ റാഗിങ്. അവൻ്റെ പേര് മാത്രം ചോദിച്ചു വിടുക, അത് മാത്രമേ ഉള്ളൂ അവൻ്റെ രീതി. അവിടെ റാഗിങ് ആയിട്ടുള്ളൂ, അതിക്രൂരമായ റാഗിങ് ഒന്നുമില്ല. അപ്പോൾ അവൻ വന്നു, അവൻ്റെ കൂടെ സീനിയറായിട്ടുള്ള ഒരു പേരൊക്കെ ചോദിച്ചു, അവനെ വിട്ടു. അവൻ പിന്നെ ക്ലാസ്സിൽ പോയപ്പോഴാണ് കാണാൻ കൊള്ളാമെന്ന് എന്തെങ്കിലും പെൺകൊച്ചുങ്ങളെ കാണുമെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് വെച്ച് വന്നിരുന്നപ്പോൾ എല്ലാം കമ്മിറ്റഡാണ്. ആ ക്ലാസ്സിലുള്ള പിള്ളേർ തന്നെ കമ്മിറ്റഡാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവൻ ആ വിഷമത്തിൽ അവിടെ ഇരുന്നപ്പോൾ അവനൊരു കൂട്ടുകാരനെ കിട്ടുവാണ്. അവന് കൂട്ടുകാരനുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലായി. ഇങ്ങനെ ആ ഒരു വർഷം അവൻ ഇങ്ങനെ തെള്ളി നീക്കി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വർഷം കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ട് കയറി. അപ്പോഴാണ് പുതിയ ഫസ്റ്റ് ഇയർ പിള്ളേർ വരുന്നത്. അപ്പോൾ പുതിയ ഫസ്റ്റ് ഇയർ പിള്ളേർ വരില്ലേ, അപ്പോൾ അവരുടെ അടുത്ത് പേര് ചോദിക്കാനായിട്ട് വന്ന നമ്മുടെ നായകൻ വന്ന് അവിടെ നായകനും കൂട്ടുകാരനും എല്ലാവരും കൂടെ വന്ന് സെറ്റായിട്ട് അവിടെ കുത്തി നിൽക്കുകയാണ്. അവിടെ ഒരു മതിൽ ചാരി നിൽക്കുകയാണ്. ആരെങ്കിലും വരുമ്പോൾ പെൺകൊച്ചുങ്ങളെല്ലാം കിട്ടുകയെന്നുണ്ടെങ്കിൽ സെറ്റാക്കണമെന്ന് വിചാരിച്ച് അവൻ മതിലിൽ ചാരി നിൽക്കുക. അവൻ്റെ മുമ്പിൽ വന്നൊരു കാറ് അടിപൊളിയൊരു കാറ് കൊണ്ട് നിർത്തി. നമുക്ക് ബാക്കി നാളെ സംസാരിക്കാം. ഇന്ന് ഇത്രയും മതി. നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ എടുത്തൊരു കഥയാണ്. എന്നാലും ശുഭദിനം. സബ്സ്ക്രൈബ്.